പക്ഷേ ഇത് വളരെ യങ് ഏജിൽ തന്നെ അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്ക് നമ്മൾ അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഡയറ്റ്. ദെൻ സെക്കൻഡ് തിങ്, വർക്ക്ഔട്ട്, എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി കുറയ്ക്കാൻ എക്സസൈസ്. എല്ലാ ആളുകളും കുറച്ച് തടി വെച്ച് കഴിയുമ്പോൾ ഓക്കെ ഞാൻ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ജോഗിങ്, ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വാക്കിംഗ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് റണ്ണിങ്. അത് റൺ ചെയ്താൽ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് ലോസ് ആവും എന്നുള്ള ഒരു മിസ്കോൺസെപ്ഷൻ നമ്മളുടെ ഇടയിലുണ്ട്. ഐ ഗിവ് യു എ കാൽക്കുലേഷൻ. നമ്മൾ നോർമലി വളരെ സിമ്പിൾ ആയിട്ട് കഴിക്കുന്ന ഒരു സ്നാക്ക്, നിങ്ങൾ സിനിമാ തിയേറ്ററിലൊക്കെ പോയിരിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്നതാണ് ഒരു ലാർജ് പോപ്കോണും ഒരു ലാർജ് പെപ്സിയും, അല്ലേ? എല്ലാവരും തന്നെ സിമ്പിൾ ആയിട്ട് കഴിക്കുന്നതാണ്. ഞാൻ കഴിക്കാറില്ല, സിമ്പിൾ ആയിട്ട് കഴിക്കുന്ന സാധനമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ രണ്ട് സാധനങ്ങളും കൂടെ ചേർത്ത് 1000 കാലറി വരും. ഒരു പോപ്കോണും ഒരു പെപ്സിയും 1000 കാലറി. ആൻഡ് ഡു യു നോ ഹൗ മച്ച് യു നീഡ് ടു വർക്ക് ഔട്ട് ടു ബേൺ ദിസ് 1000 കാലറി? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 1000 കാലറി കത്തിക്കാനായിട്ട് നമ്മൾ എന്തോരം വർക്കൗട്ട് ചെയ്യണമെന്ന്? ഒരു നോർമൽ ഒരു ആവറേജ് പേഴ്സൺ ഹാവ് ടു റൺ അറ്റ്ലീസ്റ്റ് 8 to 10 kilometers ടു ബേൺ ദാറ്റ് 1000 കാലറി. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ഡെയിലി ഓടുന്നതുകൊണ്ട് എന്റെ ബോഡി കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിരിക്കും, കുറച്ചുകൂടി എനർജി കുറവ് മതി എനിക്ക് ഒരു കിലോമീറ്റർ ഓടാനായിട്ട്. സോ ഇൻ മൈ കേസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ഹാർട്ട് റേറ്റ് മോണിറ്ററും എക്യുപ്മെന്റ്സ് എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇൻ മൈ കേസ് ഐ നീഡ് ടു റൺ 16 kilometers to burn that 1000 calorie. ആൻഡ് ഈ വളരെ സിമ്പിൾ ആയിട്ട് ഇരുന്നുകൊണ്ട് ഈ 1000 കാലറി സ്നാക്ക് പോലെ കൺസ്യൂം ചെയ്യുന്ന 90% ആൾക്കാരുടെയും ബോഡി ഈസ് നോട്ട് എക്വിപ്ഡ് ടു ബേൺ ദാറ്റ് 1000 കാലറി. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ 15 മിനിറ്റ് നടന്നു അല്ലെങ്കിൽ അരമണിക്കൂർ നടന്നാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് മാക്സിമം കത്തുന്നത് 100 കാലറിയാണ്. 100 കാലറി, ജസ്റ്റ് ഇമാജിൻ. അതുകൊണ്ട് നമ്മുടെ ശരീരം 1 kilo body fat, 1 kilo body fat is equal to 7700 calorie. You can Google it. 1 kilo body fat എന്ന് പറഞ്ഞാൽ 7700 calorie ആണ്. In my case, I have to run 120 kilometers without eating anything to burn that 7700 calorie. That means എൻ്റെ ബോഡിയിൽ നിന്ന് 1 kilo fat പോകണമെങ്കിൽ ഞാൻ 120 kilometers ഓടണം. സാധാരണ ആൾക്കാർക്ക് പറ്റുമോ? It's not possible. So വർക്കൗട്ടിന് തടി കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്തിനാ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നത്? വർക്കൗട്ടിന്റെ ബെനിഫിറ്റ്സ് അതിനേക്കാളൊക്കെ ഒത്തിരി മുകളിലാണ്. ബേസിക്കലി 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ്, സെക്കൻഡ് തിങ് നിങ്ങളുടെ മസിൽ ഫിറ്റ്നസ്, തേർഡ് തിങ് നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ഫോർത്ത് നിങ്ങളുടെ മെന്റൽ ഫിറ്റ്നസ്, അതായത് നിങ്ങളുടെ ഹോർമോൺ, അതുപോലെ സ്ട്രെസ്, അതുപോലെ നിങ്ങളുടെ മൂഡ്, ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വർക്കൗട്ട് സെലക്ട് ചെയ്യുമ്പോൾ, ഒരു വർക്കൗട്ട് റെജീം പ്ലാൻ ചെയ്യുമ്പോൾ യു നീഡ് ടു ഇൻകോർപ്പറേറ്റ് ഓൾ ദീസ് 3 തിങ്സ്. നിങ്ങൾ കാർഡിയോ ഇൻകോർപ്പറേറ്റ്. കാർഡിയോ വർക്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ റണ്ണിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, അതുപോലെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സൂംബ, ഇതെല്ലാം കാർഡിയോ വർക്കൗട്ട്സ് ആണ്. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വർക്കൗട്ട്സ്. ദെൻ സ്ട്രെങ്ത് വർക്കൗട്ട്, അതായത് മസിൽ ഫിറ്റ്നസിന് വേണ്ടിയുള്ളത്. നമുക്കറിയാം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 35-40 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് ഓരോ വർഷവും 1 to 2% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഡു സ്ട്രെങ്ത് ട്രെയിനിങ്. ഇപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ ഇത്ര വലിയ കമ്മ്യൂണിറ്റി നമ്മുടെ ജിമ്മൊക്കെ ഉണ്ടാവും. സോ യു നീഡ് ടു ഡു റെസിസ്റ്റൻസ് വർക്കൗട്ട്, അതുപോലെ ജിം ട്രെയിനിങ്. പിന്നെ മൂന്നാമത്തെ കാര്യം സ്റ്റെബിലിറ്റി. നമുക്കറിയാം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സ്റ്റെബിലിറ്റി പോകും. നമ്മൾ പ്രായമുള്ള ആളുകളൊക്കെ വീഴുന്നൊക്കെ കണ്ടിട്ടില്ലേ? സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. കോർ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ മസിൽ സ്റ്റെബിലിറ്റി എല്ലാം കുറയും. ഇതിന് വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി വർക്കൗട്ട്സ് നിങ്ങൾക്ക് ജിമ്മിൽ തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് യോഗ, കാലിസ്റ്റനിക്സ്, ഈ സൂര്യ നമസ്കാരം പോലുള്ള ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടുന്നത്. ഏത് വർക്കൗട്ട് ആണെങ്കിലും നിങ്ങളുടെ ഹോർമോൺസ്, നിങ്ങൾ വർക്കൗട്ട് നിങ്ങൾ ഓടിക്കഴിഞ്ഞ് നോക്കും. നിങ്ങൾ 5 kilometer ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. ബിക്കോസ് നിങ്ങളുടെ ബോഡിയിൽ എൻഡോർഫിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ആവും. ഈ റണ്ണേഴ്സ് ഹൈ എന്നൊക്കെ പറയുന്നത് അതാണ്. അത് നിങ്ങളുടെ മൂഡ് വളരെ ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ രാവിലെ ഒരു 30 minutes നിങ്ങളുടെ ഒരു വർക്കൗട്ട്, എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യിച്ചിട്ട് നിങ്ങൾ സ്കൂളിൽ വിടും. അവരുടെ കോൺസെൻട്രേഷൻ 3 times കൂടും. ഇത് പ്രൂവൺ ആണ്. ബിക്കോസ് വെൻ യു വർക്ക് ഔട്ട്, tremendous amount of blood will flow through your body. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടും, നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ കൂടും. ഈ പോകുന്ന ബ്ലഡ് എല്ലാം നിങ്ങളുടെ ബ്രെയിനിലൂടെയും ഫ്ലോ ചെയ്യും. സോ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വളരെ ഡോർമന്റ് ആയിരിക്കുന്ന ബ്രെയിൻ സെൽസ് എല്ലാം പെട്ടെന്ന് ആക്റ്റീവ് ആവും. നിങ്ങൾ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? They will be productive in their life, they will be happy in their life, and
പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ആ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലാതെ തടി കുറയ്ക്കാൻ വേണ്ടി അല്ല വർക്കൗട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ മുകളിലായിട്ട് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങൾക്ക് ഡിസിപ്ലിൻ, കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലരും സ്റ്റാർട്ട് ചെയ്യും, ആദ്യത്തെ ഒരു 1-2 മാസം വർക്കൗട്ട് ചെയ്യും, ദെൻ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ 5 കിലോ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഡയറ്റും എടുക്കും, വർക്കൗട്ടും ചെയ്യും. ഈ 5 കിലോ എന്നുള്ള ഇതെത്തിക്കഴിഞ്ഞാൽ again we start with the junk food and again we are back in the normal life. So ഇന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. We have to be in a healthy lifestyle. So നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഈ റൺ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാറട്ടെ. ഇതൊരു ആനുവൽ ഇവന്റ് ആയി മാറി തീരാതെ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായി തീരാതെ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് ടെറിഫിക് റൺ. ഫിനിഷ് സ്ട്രോങ്. താങ്ക് യു ഓൾ.